നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് ചൂടുമാറ്റി. ക്രൂഡ് ഓയിൽ വിപണിയിലെ സാങ്കേതിക തിരുത്തൽ കൃത്രിമ റബ്ബറിനെയും സ്വാഭാവിക റബ്ബറിനെയും ഒരുപോലെ ബാധിച്ചു. ചൈനയിൽ സിന്തറ്റിക് റബ്ബർ വില 6.5% കുറഞ്ഞത് വരും ദിനങ്ങളിൽ സ്വാഭാവിക റബ്ബറിനെയും സമ്മർദ്ദത്തിലാക്കാൻ ഇടയുണ്ട്. നിക്ഷേപകർ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ലാഭമെടുപ്പ് നടത്തിയതോടെ 400 yen വരെയും ഇന്നലെ കയറിയ റബ്ബർ ഇന്ന് 385 യെന്നിലേക്ക് പെടുന്നനെ ഇടിഞ്ഞു. ഇതിൻ്റെ ചുവട് പിടിച്ച് ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 4 രൂപ കുറഞ്ഞ് 260 രൂപയായി. വിദേശത്ത് നിന്നുള്ള പ്രതികൂല വാർത്തകൾ ഇന്ത്യൻ മാർക്കറ്റിൽ 4ാം ഗ്രേഡിനെ 231 രൂപയിലേക്ക് തളർത്തി. ഏലം ഉൽപ്പാദന മേഖലയിൽ രാവിലെ നടന്ന ലേലത്തിന് എത്തിയ ചരക്കിൽ വലിയ പങ്കും ഇടപാടുകാർ ഉത്സാഹിച്ചു വാങ്ങി. മൊത്തം 70,375 കിലോഗ്രാം ഏലക്കയിൽ 67,946 കിലോയും ആഭ്യന്തര വിദേശ ഇടപാടുകാർ ശേഖരിച്ചു. ഉത്തരേന്ത്യൻ സ്റ്റോക്കിസ്റ്റുകൾ അവരുടെ കരുതൽ ശേഖരം ഉയർത്തുകയാണ്. ശരാശരി ഇനങ്ങൾ കിലോ 2,458 രൂപയിലും മികച്ച ഇനങ്ങൾ 3,014 രൂപയിലും ഇടപാടുകൾ നടന്നു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില ഉയർന്നെങ്കിലും കൊച്ചി, കോഴിക്കോട്, തൃശൂർ മാർക്കറ്റുകളിൽ നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. കാങ്കയത്ത് എണ്ണവില കിൻഡലിന് 150 രൂപ വർദ്ധിച്ച് 23,000 രൂപയായി. എന്നാൽ കൊപ്ര വില അവിടെയും ഉയർന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.